ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. റെയിൽവേ സ്റ്റേഷൻ കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് മുഹമ്മദ് റിയാസ് MLA. ഗസ്റ്റ് അധ്യാപകരെ രണ്ടാം കിടക്കാരായി കാണുന്ന മനോഭാവം മാറ്റണമെന്ന് ഗസ്റ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ. ജോലി സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അംഗൻവാടി ജീവനക്കാരുടെ പ്രതിഷേധം. പ്രവാസി എഴുത്തുകാർ മലയാള ഭാഷയെ ആഗോളതലത്തിൽ എത്തിക്കുന്നവരാണെന്ന് സാഹിത്യകാരൻ KP രാമനുണ്ണി. ഞാൻ സുഷോഭ് നെല്ലിക്കോട്. വാർത്തകൾ വിശദമായി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് മുഹമ്മദ് റിയാസ് MLA. സ്ഥലം സന്ദർശിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്റ്റേഷനിൽ അപകട സാധ്യത മുൻകൂട്ടി തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ജനങ്ങൾക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകുകയും അപകട മേഖലയിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയും അനൗൺസ്മെന്റിലൂടെ യാത്രക്കാരെ അറിയിക്കുകയും ചെയ്യേണ്ടതായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ദിവസേന 10,000-കണക്കിന് ആളുകൾ എത്തിച്ചേരുന്ന കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നായ കോഴിക്കോട് സ്റ്റേഷനിൽ ഇത്തരത്തിലുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാത്തത് നിരുത്തരവാദപരമായ സമീപനമാണെന്നും അദ്ദേഹം വിമർശിച്ചു. വിള്ളൽ നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്ന വിവരങ്ങൾ പുറത്തുവരുന്ന സാഹചര്യത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം മുൻകരുതൽ നടപടികളാണ് സ്വീകരിച്ചതെന്നും കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികളോ പുനർനിർമ്മാണ നടപടികളോ എന്തുകൊണ്ട് ആരംഭിച്ചില്ലെന്നും പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അപകട സാധ്യതയെക്കുറിച്ച് ജനങ്ങളെ സമയബന്ധിതമായി അറിയിക്കാനും അപകട മേഖലയിൽ പ്രത്യേക ജീവനക്കാരെ നിയോഗിച്ച് യാത്രക്കാരെ സുരക്ഷിതമായി വഴി നടത്താനുമുള്ള സംവിധാനവും ഉണ്ടായിരുന്നില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ ശേഷിക്കുന്ന പഴയ കെട്ടിട ഭാഗങ്ങളുടെ സുരക്ഷ അടിയന്തരമായി വിലയിരുത്തണമെന്നും അവിടെ ഇപ്പോഴും അപകട സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും ഉടൻ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റെയിൽവേ അധികൃതരുടെയും മറ്റ് ബന്ധപ്പെട്ട അധികാരികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗസ്റ്റ് അധ്യാപകർക്കായി പുതിയ സംഘടന രൂപീകൃതമായി. ഓൾ കൈരളി കോളേജ് ഗസ്റ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന പേരിലാണ് സംഘടന നിലവിൽ വന്നത്. സർക്കാർ എയ്ഡഡ് കോളേജുകളിലെ ഗസ്റ്റ് അധ്യാപകർ നേരിടുന്ന ചൂഷണവും വിവേചനവും അവസാനിപ്പിക്കുന്നതിനായി ഗസ്റ്റ് അധ്യാപകർ സംസ്ഥാന തലത്തിൽ സംഘടന രൂപീകരിച്ചു. ഓൾ കൈരളി കോളേജ് ഗസ്റ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന പേരിലാണ് സംഘടന. കോളേജുകളിലെ സ്ഥിരം അധ്യാപകർ നിർവഹിക്കുന്ന എല്ലാ ചുമതലകളും അതേ ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കുന്ന ഗസ്റ്റ് അധ്യാപകർ രണ്ടാം തരം പൗരന്മാരായാണ് കണക്കാക്കുന്നതെന്നും സ്ഥിരം അധ്യാപകർക്ക് ലഭിക്കുന്ന അടിസ്ഥാന ആനുകൂല്യങ്ങളിൽ പലതും അവർക്ക് നിഷേധിക്കപ്പെടുകയാണെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. മൈനർ സബ്ജക്ട്സ് ഉണ്ട്, സിംഗിൾ ഫാക്കൽറ്റി ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, അവരെ നിയമിക്കും. പക്ഷെ 3ാം സെമസ്റ്ററിൽ മാത്രമേ മൈനർ സബ്ജക്റ്റ് ഉള്ളൂ. 4ാം സെമസ്റ്ററിൽ എല്ലാം മേജർ സബ്ജക്റ്റാണ്. അപ്പോൾ പല ഗസ്റ്റ് അധ്യാപകർക്കും വർഷത്തിൻ്റെ നടുക്ക് വെച്ച് ജോലി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം നമ്മൾ മനുഷ്യരാണ്, ജോലിയിലും ശമ്പളത്തിനും ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് നമ്മളും ജീവിക്കുന്നത്. പക്ഷെ ഇതിനെക്കുറിച്ച് ആർക്കും യാതൊരു പ്രശ്നമുള്ളതായിട്ട് ഇതുവരെ തോന്നിയില്ല. തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന തത്വം നടപ്പാക്കണമെന്നും ഗസ്റ്റ് അധ്യാപകർക്ക് അംഗീകാരവും സംരക്ഷണവും ലഭിക്കണമെന്നും സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് സെബാസ്റ്റ്യൻ കുത്തോട്ടിലും ജനറൽ സെക്രട്ടറി C. സോഷിനെയും ആവശ്യപ്പെട്ടു. ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നതിലെ കാലതാമസം, അപാകതകൾ, സ്ഥിരം അധ്യാപകരുടെ സ്ഥലം മാറ്റ പ്രശ്നങ്ങൾ, 4 വർഷ UG പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട തൊഴിൽ പ്രതിസന്ധി എന്നിവയ്ക്കെല്ലാം പരിഹാരം കാണണമെന്നും അസോസിയേഷൻ നേതാക്കൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജോലി സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് അംഗൻവാടി ജീവനക്കാരുടെ പ്രതിഷേധം. CITUവിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം സംസ്ഥാന ജനറൽ സെക്രട്ടറി KK പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു.
അവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ആദായ നികുതി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. അങ്കണവാടി ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക, ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങൾ നിർബന്ധമായും കുഞ്ഞുങ്ങൾക്ക് ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കുക, ഓൺലൈൻ പ്രവർത്തനങ്ങൾക്കുള്ള ടാബ്, ലാപ്ടോപ്പ്, അനുബന്ധ ഉപകരണങ്ങൾ ഉടൻ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. ഒരു സർക്കാർ ജീവനക്കാരി ചെയ്യുന്നതിന് സമാനമായ പണികളാണ് ഒരു അങ്കണവാടി ജീവനക്കാരി ചെയ്യുന്നത് എന്ന് സുപ്രീം കോടതിയുടെ വിധിയിൽ പറയുന്നു. എണ്ണി പറയുന്നു. ഒരു അങ്കണവാടി വർക്കറും ഹെൽപ്പറും കൂടി പ്രീ സ്കൂൾ സംരക്ഷിക്കപ്പെടുമ്പോൾ അത് രാജ്യത്ത് ഉള്ള സാർവത്രികമായ വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുന്നതിന് ഉതകുന്ന രീതിയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അങ്കണവാടികളിൽ നടക്കുന്നു. അതുപോലെ ഭക്ഷ്യസുരക്ഷ പദ്ധതി വിജയിപ്പിക്കുന്നതിന് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളാണ് അങ്കണവാടികൾ എന്ന് പറയുന്നു. അതായത് അങ്കണവാടികളിലൂടെ നടക്കുന്ന അനുപൂരക പോഷകാഹാര പരിപാടി. അതുകൊണ്ട് തന്നെ ഭക്ഷ്യസുരക്ഷ നടപ്പിലാക്കുന്നതിന് ഉതകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടി സ്ഥാപനങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ജില്ലാ പ്രസിഡന്റ് എം സുമംഗല അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് എം ഷിഞ്ചില, ജില്ലാ സെക്രട്ടറി കെ ഷീബ, ട്രഷറർ PM ഗീത, സംസ്ഥാന കമ്മിറ്റി അംഗം MM സിന്ധു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രവാസി എഴുത്തുകാർ മലയാള ഭാഷയെ ആഗോളതലത്തിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നവരാണെന്ന് സാഹിത്യകാരൻ KP രാമനുണ്ണി നവോദയ ലിറ്റ് ഫെസ്റ്റിന്റെ സാഹിത്യ പുരസ്കാര പ്രഖ്യാപനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ മലയാള ഭാഷ ഇന്ന് കേരളത്തിൻ്റെ ഒരു ഭാഷ മാത്രമല്ല, ഒരു ലോക ഭാഷയായിട്ട് ഉയരുകയാണ്. എല്ലാ വിജ്ഞാനങ്ങളും കൈകാര്യം ചെയ്യാൻ ശേഷി ഉണ്ടാക്കുന്ന പോലെ തന്നെ ലോകത്തുള്ള എല്ലാ അനുഭവങ്ങളെയും സ്വാംശീകരിക്കാൻ പറ്റുന്നൊരു ഭാഷയാക്കിയിട്ട് മലയാളത്തെ മാറ്റുന്ന ദൗത്യമാണ് ശരിക്കും പ്രവാസികളായിട്ടുള്ള എഴുത്തുകാർ ചെയ്യാറുള്ളത്. പൊതുവെ പ്രവാസി എഴുത്തുകാരെ ഒരു ചിറ്റമ നയത്തോടു കൂടിയാണ് നമ്മുടെ മുഖ്യധാര പരിഗണിക്കാറുള്ളത്. പ്രവാസി എഴുത്തുകാരെന്ന് പറഞ്ഞാൽ അവരാ ഒരു ഗ്രഹാതുരത്വം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അത് എഴുതിവിടുന്നു എന്ന നിലയ്ക്ക് പലപ്പോഴും പരിഗണിക്കപ്പെടാറില്ല. പക്ഷെ ഇപ്പോൾ ഉള്ള പുതിയ കാഴ്ചപ്പാടിന്റെ വെളിച്ചത്തിൽ പ്രവാസി എഴുത്തിന് മലയാള ഭാഷ ഒരു ലോക ഭാഷയായി മാറുന്നതിൽ വലിയ സംഭാവനകളുണ്ട്. പ്രവാസ കൃതികളെ സഹൃദയ സമക്ഷം പ്രോജ്വലിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പുരസ്കാരമാണ് നവോദയ ലിറ്റ് ഫെസ്റ്റ് സാഹിത്യ പുരസ്കാരം. 2026 നവോദയ ലിറ്റ് ഫെസ്റ്റ് പുരസ്കാരത്തിനായി സോണിയ ചെറിയാന്റെ സ്നോ ലോട്ടസ് എന്ന നോവലിനെ തിരഞ്ഞെടുത്തതായി ജഡ്ജിംഗ് കമ്മിറ്റി അറിയിച്ചു. സ്നേഹം സാധ്യമാണെന്നും ജീവിതം ജീവിതയോഗ്യമാണെന്നും നിസ്സംശയം പ്രഖ്യാപിക്കുന്നു എന്നതാണ് സ്നോ ലോട്ടസ് എന്ന നോവലിന്റെ പ്രത്യേകതയെന്നും ജഡ്ജിംഗ് കമ്മിറ്റി വിശദീകരിച്ചു. ഒക്ടോബർ 14 സൗദി ദമാമിൽ നടക്കുന്ന ചടങ്ങിൽ 25,000 രൂപ അടങ്ങിയ പുരസ്കാരം സമർപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ KP രാമനുണ്ണി, TP വേണുഗോപാലൻ, വിനോദ് കൃഷ്ണ, രഞ്ജിത്ത് വടകര, നന്ദിനി മോഹൻ വെള്ളിനേഴി, സലീം മന്നാട്ട് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ജൂലൈ 17 മുതൽ 23 വരെ വേദ സപ്താഹവും മുറജപവും നടക്കും. കക്കോടി ഒറ്റത്തെങ്ങിലെ വേദമഹാമന്ദിരത്തിൽ വെച്ചാണ് ചടങ്ങുകൾ നടക്കുക. വേദസപ്താഹം മുറജപം സ്വാഗത സംഘത്തിന്റെ മുഖ്യ രക്ഷാപീഠമായി ആചാര്യ ശ്രീ രാജേഷ്, മീര രാജേഷ് എന്നിവരെയും
ചെയർമാനായി സി സുരേഷ്, ജനറൽ കൺവീനറായി ഒ ബാബുരാജ്, ജനറൽ സെക്രട്ടറിയായി എം ജിനിത്ത് എന്നിവരെയും തെരഞ്ഞെടുത്തു. ഉപദേശക സമിതി അംഗങ്ങളായി വിവേക് ഡി ഷേണായി, പി ടി വിപിൻ, ആര്യ, എം മുരളീധരൻ, വേദലക്ഷ്മി എം.ആർ., വിദ്യാലക്ഷ്മി എം.ആർ. എന്നിവരും വൈസ് ചെയർമാൻമാരായി വി പി ബാലകൃഷ്ണൻ, സജിത രമേശ്, ഷിബി കൃഷ്ണൻ, കൺവീനർമാരായി എം വിശ്വനാഥൻ, ഷീന രാജേഷ്, എം സുന്ദരൻ എന്നിവരെയും സെക്രട്ടറിമാരായി കെ ചന്ദ്രൻ, ശോഭന ബാലകൃഷ്ണൻ, സി അനിതകുമാരി എന്നിവരെയും തെരഞ്ഞെടുത്തു. എ സുധാകരൻ വൈദിക് ഓർഗനൈസിംഗ് സെക്രട്ടറിയായും ഇ അജിത് കുമാർ വൈദിക് ചീഫ് കോർഡിനേറ്ററായും പി നിർമ്മൽ കുമാർ ട്രഷററായും പ്രവർത്തിക്കും. കശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ ഹാളിൽ വെച്ച് നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ ട്രസ്റ്റി പി ടി വിപിൻ ആര്യ അധ്യക്ഷത വഹിച്ചു. വേദം മുഴുവനായും പാരമ്പര്യ രീതിയിൽ ചൊല്ലുന്നതാണ് മുറജപം. കേരളത്തിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാത്രമാണ് മുറജപം നടത്തിവരാറുള്ളത്. വിശിഷ്ട ഫലദായകങ്ങളായ ഇഷ്ടികൾ, സകലേശ്വരി ഹോമം, വിശേഷ ഹോമങ്ങൾ, അന്നപ്രസാദം എന്നിവയും ഈ വർഷത്തെ മുറജപത്തിന്റെ പ്രത്യേകതകളാണെന്ന് സംഘാടകർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാലിക്കറ്റ് മാസ്റ്റർ ക്രിക്കറ്റേഴ്സ് നടത്തുന്ന BMH മാസ്റ്റർ പ്രീമിയർ ലീഗ് ടെന്നീസ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. BMH ജനറൽ മാനേജർ ഡോക്ടർ വി അജേഷ് നമ്പ്യാർ മാസ്റ്റർ ക്രിക്കറ്റേഴ്സ് പ്രസിഡന്റ് പി നൌഫൽ ഹസന് ലോഗോ കൈമാറി. കളിക്കാർക്കും കുടുംബത്തിനുമുള്ള BMH പ്രിവിലേജ് കാർഡ് വിതരണത്തിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശന ചടങ്ങിൽ നടന്നു. ഓഗസ്റ്റ് 13 മുതൽ 16 വരെ നടക്കാവ് ഗെയിം ഓൺ ടർഫിലാണ് ടൂർണമെന്റ്. 30 ടീമുകൾ പങ്കെടുക്കും. 40 വയസ്സിന് താഴെ പ്രായമുള്ളവർ, 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലാണ് മത്സരം. ഇതിന്റെ വിജയം കൈവരിച്ച ആളുകൾ കളിക്കാൻ വീണ്ടും വന്നപ്പോൾ നമ്മൾ 40 ബിലോ ടൂർണമെന്റും നടത്താൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ഇത് കണ്ട് ആകർഷിച്ച് 50+, 50 വയസ്സിന്റെ മേലെയുള്ള ആളുകളും വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ 50+ കാറ്റഗറിയും നടത്താൻ തുടങ്ങി. അങ്ങനെ 3 കാറ്റഗറിയിലായി ഞങ്ങളിപ്പോൾ 30 ടീമുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ തന്നെ മാസ്റ്റേഴ്സ് കാറ്റഗറി നമുക്ക് 16 ടീമും, ജൂനിയേഴ്സ് കാറ്റഗറി 40 ബിലോ 9 ടീമും, നമ്മളെ സൂപ്പർ സീനിയേഴ്സ് 50+ കാറ്റഗറി നമ്മൾ ഇപ്പോൾ 5 ടീമുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കളിയും സൗഹൃദവും എന്ന ആശയത്തിലാണ് ഞങ്ങൾ ആരംഭിച്ചതെങ്കിലും ഇപ്പോഴത്തെ ലഹരിയും മയക്കുമരുന്നിനും എതിരായിട്ടുള്ള യുവാക്കളെയും ഇതിലേക്ക് ആകർഷിക്കുക എന്ന അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തോടെ തൂഫാൻ പരിപാടിയിലൂടെ നമ്മളും ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുകയും ഒരുപാട് ചെറുപ്പക്കാരെ നമുക്ക് കളിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്തു. ജൂലൈ 12-ന് ജയിൽ റോഡിലെ സ്പാൻ ഹോട്ടലിൽ താരലേലവും ട്രോഫി പ്രകാശനവും നടത്തുമെന്നും സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ TK മുരളീധര പണിക്കരുടെ നോവൽ രക്തയക്ഷി പ്രകാശനം ചെയ്തു. പീപ്പിൾസ് റിവ്യൂ പബ്ലിക്കേഷനാണ് പ്രസാധകർ. ബേപ്പൂർ TK മുരളീധര പണിക്കർ രചിച്ച രക്തയക്ഷി നോവൽ UK കുമാരൻ PP ശ്രീധരൻ ഉണ്ണിക്ക് നൽകി പ്രകാശനം ചെയ്തു. ഓരോരുത്തരുടെയും ഭാവിയും ബോധവും വർത്തമാനവും ആരോഗ്യസ്ഥിതികളും ഒക്കെ അന്വേഷിച്ചു വരുന്നവരുടെ മാനസിക നില എന്താണ് എന്ന് തിരിച്ചറിയുക. അപ്പോൾ ഇത്തരം തിരിച്ചറിവുകളിൽ നിന്നാണ് സാധാരണ ഇതുപോലെ നോവലുകൾ ഉണ്ടായി വരുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ അതൊട്ടും നിരാശ നൽകുന്നു. കാരണം ഇത്രമാത്രം എഴുതിയിട്ടും ജീവിതത്തിന്റെ തിരക്കുകൾ ഏറെ ഉണ്ടായിട്ടും സാഹിത്യവാക്യമായ കാര്യങ്ങളിൽ നിരന്തരമായി ഇടപെടേണ്ടി വന്നിട്ടും അദ്ദേഹത്തിന് സാഹിത്യ രചനയോട് അതീവ താല്പര്യമുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. KF ജോർജ്, ഗാനിയ മെഹർ, ദേവരാജൻ തച്ചറക്കൽ എന്നിവർ സംസാരിച്ചു. M ഗോകുൽദാസ് പുസ്തക പരിചയം നടത്തി. ഗ്രന്ഥകർത്താവ് ബേപ്പൂർ TK മുരളീധര പണിക്കർ മറുമൊഴി പ്രസംഗം നടത്തി. ഈ കാലഘട്ടത്തിൽ ഓരോ പ്രധാനമായിരിക്കുന്ന കവിതകളൊക്കെ വായിച്ച് അതിൻ്റെ നിരൂപണങ്ങൾ ഉള്ള കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഇപ്പം നിരൂപണമൊന്നും അത്രയില്ല. PT നിസാർ, PK ജയചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പീപ്പിൾസ് റിവ്യൂ പബ്ലിക്കേഷൻസ് ആണ് പ്രസാധകർ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഉള്ളൂർ സ്മാരക സാഹിത്യ പുരസ്കാരം പ്രഖ്യാപിച്ചു. മഹാകവി ഉള്ളൂരിന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുമെന്ന് സംഘാടക സമിതി അറിയിച്ചു. സമഗ്ര സംഭാവനയ്ക്ക് മനോജ് തെക്കേടത്ത്, നോവൽ വിഭാഗത്തിൽ പുഷ്പൻ തിക്കോടി, ചെറുകഥാ വിഭാഗത്തിൽ വത്സൻ നെല്ലിക്കോട്, ജീവചരിത്രം വിഭാഗത്തിൽ രമേശ് പുതിയമഠം, ബാലസാഹിത്യം വിഭാഗത്തിൽ KT ഗോപാലൻ, കവിതാ വിഭാഗത്തിൽ സരസ്വതി ബിജു, സ്പെഷ്യൽ ജൂറി പുരസ്കാരം അബൂബക്കർ സിദ്ദിഖ് എന്നിവരാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടവർ. 10,000 രൂപയും ശില്പവും പ്രശംസാപത്രവുമാണ് പുരസ്കാരം. മഹാകവി ഉള്ളൂരിന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഉള്ളൂർ സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജൂലൈ 30-ന് കോഴിക്കോട്ട് സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. ഈ വർഷത്തിൽ ഞങ്ങൾ പ്രത്യേകം ഉദ്ദേശിക്കുന്നത് ഉള്ളൂരിന്റെ പേരിലുള്ള ഒരു സ്മൃതി മണ്ഡപത്തിന്റെ തുടക്കം കുറിക്കുക എന്നുള്ളതാണ്. ആ സ്മൃതി മണ്ഡപത്തിന് വേണ്ടിയുള്ള സഹായ സഹകരണങ്ങൾ വിദേശത്തുള്ള സഹൃദയരായ സാഹിത്യപ്രേമികളായ. വാർത്താ സമ്മേളനത്തിൽ ഉള്ളൂർ സ്മാരക സമിതി രക്ഷാധികാരി ഡോക്ടർ EK ഗോവിന്ദവർമ്മ രാജ, ചെയർമാൻ ആറ്റക്കോയ പള്ളിക്കണ്ടി, ജനറൽ സെക്രട്ടറി സണ്ണി ജോസഫ്, സെക്രട്ടറി മുരളി ബേപ്പൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലബാറിന് പകുതി വില സമ്മാനിച്ച് ലുലു ഓൺ സെയിൽ. ജനങ്ങൾ ഉത്സവമാക്കി മാറ്റി ഫ്ലാറ്റ് 50-50 വിൽപ്പന. ജൂലൈ 12 വരെയാണ് ഈ ഓഫർ. 50% വിലക്കുറവുമായി ലുലു മോളിൽ ആരംഭിച്ച ഈ വർഷത്തെ ലുലു ഓൺ സെയിൽ ഇനി 2 ദിവസം കൂടി. ജൂലൈ 12 വരെ നീണ്ടു നിൽക്കുന്ന ലുലു ഓൺ സെയിലിന് വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഷോപ്പിംഗിനെ ഉത്സവമാക്കി മാറ്റുന്ന തരത്തിലാണ് ഉപഭോക്താക്കളുടെ പങ്കാളിത്തം. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ 50% വിലക്കിഴിവിൽ ഒരുക്കുന്ന ഓഫറിനെ ഉപഭോക്താക്കൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ലുലു മാളിൽ പ്രവർത്തിക്കുന്ന വിവിധ ഷോപ്പുകളും ദേശീയ അന്താരാഷ്ട്ര ബ്രാൻഡുകളും ഓഫർ മേളയുടെ ഭാഗമാണ്. പ്രമുഖ ബ്രാൻഡുകളുടെ ഫാഷൻ തുണിത്തരങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം 50% വിലക്കുറവിൽ ഇവിടെ നിന്ന് സ്വന്തമാക്കാൻ സാധിക്കും. ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു ഫാഷൻ, ലുലു കണക്ട് എന്നിവയിലെല്ലാം 50% വിലക്കുറവോടെ ഷോപ്പിംഗ് നടത്താൻ സാധിക്കും. എല്ലാ സെഗ്മെന്റിലും നമുക്ക് സെയില് ഉണ്ട്. മീൻസ് ഫാഷനിൽ വന്നെങ്കിൽ ഫ്ലാറ്റ് 50 സെയിൽ കിട്ടും. ഈവൻ കണക്റ്റിൽ ഇലക്ട്രോണിക്സിൽ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ, മൊബൈൽ ഫോൺസ് ആണെങ്കിലും അത് സെയിൽ നല്ലൊരു ഫ്ലാറ്റ് 50 അപ് ടു 50 സെയിൽ വരുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റിലും അതേപോലെ ഒരുപാട് പ്രൊഡക്റ്റുകൾക്ക്, നിത്യോപയോഗ സാധനങ്ങൾക്ക് നമ്മൾ ഫ്ലാറ്റ് 50 ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട്. ഒരുപാട് കസ്റ്റമറിന് നല്ല റെസ്പോൺസ് തന്നെയാണ് നമുക്ക് ഈ ഒരു ഫ്ലാറ്റ് 50യുടെ വിജയത്തിൻ്റെ നമ്മളുടെ മുന്നോടിയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇനിയൊരു 1 ഡേയ്സും കൂടിയുള്ളൂ നമ്മൾ ഇത്രയും നല്ലൊരു ഫ്ലാറ്റ് ഓഫർ കസ്റ്റമേഴ്സിനെ ഗ്രാബ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി ആരും മിക്സ് ആക്കരുത്. മാക്സിമം വന്നിട്ട് പർച്ചേസിങ് നടത്താം. ഓക്കെ, താങ്ക് യു. മെഗാ സെയിലിനോടനുബന്ധിച്ച് ലുലു മാളിൽ വിപുലമായ സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മെഗാ സെയിൽ ദിവസങ്ങളിൽ മിഡ് നൈറ്റ് വിൽപ്പനയും നടക്കുന്നുണ്ട്. രാത്രി 9 മണിക്ക് ആരംഭിക്കുന്ന 1 രൂപ മുതൽ തുടങ്ങുന്ന ലേലത്തിലൂടെ ആകർഷകമായ വിലക്കുറവിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ സാധിക്കും. ഓഫർ സെയിൽ നിബന്ധനകൾക്ക് വിധേയമായിരിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വെസ്റ്റ് BC റോഡ് റെസിഡൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം ചേർന്നു. ബേപ്പൂർ SI അർജുൻ ഉദ്ഘാടനം ചെയ്തു. വിശിഷ്ട വ്യക്തികളെയും പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെയും ആദരിച്ചു. വെസ്റ്റ് BC റോഡ് റെസിഡൻസ് അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡി യോഗം ബേപ്പൂർ SI അർജുനൻ ഉദ്ഘാടനം ചെയ്തു. റെസിഡൻസ് കോർഡിനേഷൻ കമ്മിറ്റി സെക്രട്ടറി KC ബാബു ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. വീണ് കിട്ടിയ സ്വർണം ഉടമയെ കണ്ടെത്തി തിരിച്ചു നൽകിയ ഹനീഫയെ ചടങ്ങിൽ ആദരിച്ചു. SSLC+2 വിജയികളായ കുട്ടികളെ മെമന്റോ നൽകി അനുമോദിച്ചു.
ഇ അനൂപ് അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി രാധാകൃഷ്ണൻ PV, ട്രഷറർ രാജു K, വനിതാ കമ്മിറ്റി പ്രസിഡന്റ് ലതാ പവിത്രൻ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വള്ളിക്കുന്ന് സൈനിക കൂട്ടായ്മയുടെ ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും കോട്ടക്കടവിൽ നടന്നു. വള്ളിക്കുന്ന് മണ്ഡലം MLA VT ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇർഷാദ് അരിയല്ലൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പരിപാടിയിൽ 100ാം വാർഷികം ആഘോഷിക്കുന്ന എക്സ് ആർമി ഉറവിങ്ങൽ മാധവൻ, മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനോദ് V, വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അൽതാഫ് സുനിൽ, അണ്ടർ 20 നാഷണൽ ചാമ്പ്യൻഷിപ്പ് കിരീടം കേരളത്തിൽ എത്തിച്ച വള്ളിക്കുന്നിന്റെ അഭിമാന താരം മാസ്റ്റർ ഡാനിഷ്, കീം പരീക്ഷയിൽ ജില്ലയിൽ 1ാം റാങ്കും സംസ്ഥാനത്ത് 17ാം റാങ്കും നേടിയ മാസ്റ്റർ അഭിഷേക് CK, മികച്ച സേവനത്തിന് 2026 ശൗര്യ സമ്മാൻ പുരസ്കാരം ലഭിച്ച റിട്ടയർഡ് സുബേദാർ മേജർ കൃഷ്ണൻ T എന്നിവരെ പൊന്നാടയും ഫലകവും നൽകി ആദരിച്ചു. സൈനിക കൂട്ടായ്മ അംഗങ്ങളുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും ചടങ്ങിൽ അനുമോദിച്ചു. സൈനിക കൂട്ടായ്മ പ്രസിഡന്റ് വേലായുധൻ പറമ്പിൽ അധ്യക്ഷനായിരുന്നു. വള്ളിക്കുന്ന് സൈനിക കൂട്ടായ്മ സെക്രട്ടറി മുരളീധരൻ K, രവീന്ദ്രൻ തറോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റെയിൽവേ സ്റ്റേഷൻ കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് മുഹമ്മദ് റിയാസ് MLA. ഗസ്റ്റ് അധ്യാപകരെ രണ്ടാം കിടക്കാരായി കാണുന്ന മനോഭാവം മാറ്റണമെന്ന് ഗസ്റ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ. ജോലി സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അംഗൻവാടി ജീവനക്കാരുടെ പ്രതിഷേധം. പ്രവാസി എഴുത്തുകാർ മലയാള ഭാഷയെ ആഗോളതലത്തിൽ എത്തിക്കുന്നവരാണെന്ന് സാഹിത്യകാരൻ KP രാമനുണ്ണി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനോട് സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.